So now we will be dealing with the next session of the module 4, which is switch to reluctance motor. So മുന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു റിലക്റ്റൻസ് മോട്ടറിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. ആ റിലക്റ്റൻസ് മോട്ടറിൻ്റെ ഒരു സബ് ഡിവിഷനാണ് സ്വിച്ച് ടു റിലക്റ്റൻസ് മോട്ടർ. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെയാണ് ഈ സെഷനിൽ പറയുന്നത്. സോ സ്വിച്ച് ടു റിലക്റ്റൻസ് മോട്ടർ, ആ പേര് പോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് റിലക്റ്റൻസ് ആണ്. റിലക്റ്റൻസ് മോട്ടറിൻ്റെ സെഷനകത്ത് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്തും. ഇറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് വേരിയബിൾ റിലക്റ്റൻസ്. അതായത് മിനിമം റിലക്റ്റൻസ് പാത്ത് ഉള്ള ആ ഒരു പൊസിഷനിൽ മാത്രമേ റോട്ടർ അലൈൻ ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് ദ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഹിയർ. ആൻഡ് എ സ്വിച്ചിങ് ഇൻവെർട്ടർ ഈസ് റിക്വയർഡ് ഫോർ ദി ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഈ റോട്ടർ ഓരോ മിനിമം റിലക്റ്റൻസ് പാത്തിൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എ സ്വിച്ചിങ് ഇൻവെർട്ടർ ഈസ് ആക്ച്വലി റിക്വയർഡ് ഹിയർ. Switch to reluctance motor has two types of construction. First one is singly salient construction and the next one is doubly salient construction. So ഈ സിംഗ്ലി സാലന്റ് കൺസ്ട്രക്ഷൻ എന്താണ്, ഡബിളി സാലന്റ് കൺസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ വരും സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇൻ ബോത്ത് ഓഫ് ദിസ് കൺസ്ട്രക്ഷൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആർ ലാമിനേറ്റഡ്. മറ്റ് മെഷീൻസിനെ പോലെ തന്നെ നമ്മളിവിടെ ലാമിനേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം കോർ ലോസസ് തടയാൻ വേണ്ടിയിട്ടാണ്. സോ ഇൻ ബോത്ത് ടൈപ്സ് ഓഫ് സിംഗ്ലി സാലന്റ് ആൻഡ് ഡബിളി സാലന്റ് കൺസ്ട്രക്ഷൻ ഓഫ് സ്വിച്ച് ടു റിലക്റ്റൻസ് മോട്ടർ we are laminating the rotor and stator circuits to reduce the core losses. Now moving on to the singly salient construction of switch to reluctance motor. ഇവിടെ സ്റ്റേറ്ററിനകത്ത് പ്രൊജക്റ്റിംഗ് പോൾസ് ഒന്നും ഇല്ല, അത് നോൺ സാലിന്റ് ടൈപ്പ് ആണ്. പക്ഷെ റോട്ടർ എന്ന് പറയുന്നത് സാലിന്റ് ടൈപ്പ് ആണ്. പ്രൊജക്റ്റിംഗ് പോൾസ് ഉണ്ട്, 2 പോൾസ് ആണ് റോട്ടറിനകത്തുള്ളത്. സ്റ്റേറ്ററിനകത്ത് ഫേസ് വൈൻഡിങ്സ് ഉണ്ട്, എന്നാൽ റോട്ടറിനകത്ത് വൈൻഡിങ്സ് ഇല്ല. റോട്ടർ ഒരു സാലിന്റ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴും സ്റ്റേറ്റർ വൈൻഡിങ്സിന്റെ ഇൻഡക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ സ്വിച്ച് ടു റിലക്റ്റൻസ് മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ എവിടെയാണോ മിനിമം റിലക്റ്റൻസ് വരുന്നത് അവിടെ റോട്ടർ അലൈൻ ചെയ്യാൻ ശ്രമിക്കുമെന്നുള്ളതാണ് സ്വിച്ച് ടു റിലക്റ്റൻസ് മോട്ടറിന്റെ പ്രിൻസിപ്പിൾ. സോ നമുക്കറിയണം എവിടെയാണ് കൂടുതൽ ഇൻഡക്റ്റൻസ് ഉള്ളത്, എവിടെയാണ് ഇൻഡക്റ്റൻസ് കുറവുള്ളത്. സോ ഇൻഡക്റ്റൻസ് കൂടുതലുള്ള പൊസിഷൻ എന്ന് പറയുന്നത്, റോട്ടറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റർ വൈൻഡിങ്ങിന്റെ ആക്സിസും റോട്ടർ വൈൻഡിങ്ങിന്റെ ആക്സിസും 90 ഡിഗ്രി വരുമ്പോഴായിരിക്കും ഇൻഡക്റ്റൻസ് മാക്സിമം വരുന്നത്. അതേസമയം ഇൻഡക്റ്റൻസ് മിനിമം വരുന്നത് സ്റ്റേറ്റർ വൈൻഡിങ്ങിന്റെ ആക്സിസും റോട്ടർ വൈൻഡിങ്ങിന്റെ ആക്സിസും ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഇൻ ഫേസ് വരുമ്പോഴത്തേക്കുമാണ് മിനിമം റിലക്റ്റൻസ് പൊസിഷൻ. സോ ഈ ഒരു പൊസിഷനിലായിരിക്കും എപ്പോഴും റോട്ടർ അലൈൻ ചെയ്യാൻ ശ്രമിക്കുക വിത്ത് റെസ്പെക്ട് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് സ്വിച്ച് ടു റിലക്റ്റൻസ് മോട്ടർ. Now coming to doubly salient construction of switch to reluctance motor. സിംഗ്ലി സാലന്റ് കൺസ്ട്രക്ഷനും ഡബ്ലി സാലന്റ് കൺസ്ട്രക്ഷനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, സിംഗ്ലി സാലന്റ് കൺസ്ട്രക്ഷനകത്ത് സ്റ്റേറ്റർ നോൺ സാലന്റ് ടൈപ്പ് ആയിരുന്നു, അതായത് പ്രൊജക്റ്റിംഗ് പോൾസ് ഇല്ലായിരുന്നു. അതേസമയം ഡബ്ലി സാലന്റ് കൺസ്ട്രക്ഷനകത്ത് സ്റ്റേറ്ററിനകത്ത് പ്രൊജക്റ്റിംഗ് പോൾസ് ഉണ്ട്. 4 പോൾസ് ഉള്ള സ്റ്റേറ്ററാണ് ഡബ്ലി സാലന്റ് കൺസ്ട്രക്ഷനകത്ത് ഉള്ളത്. റോട്ടർ രണ്ടിനകത്തും വൈൻഡിങ്സിനെ ക്യാരി ചെയ്യുന്നില്ല. ഇവിടെ റോട്ടറിന് 2 പോൾസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോട്ടറിനെ നമ്മൾ ഹെട്രോപോളാർ മോട്ടർ എന്നാണ് വിളിക്കാൻ കാരണം, ബിക്കോസ് നമ്പർ ഓഫ് സ്റ്റേറ്റർ പോൾസ് ഇസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് റോട്ടർ പോൾസ്. ഇവിടെ സ്റ്റേറ്റർ പോൾസ് 4ഉം റോട്ടർ പോൾസ് 2 ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്നത് ഹെട്രോപോളാർ മോട്ടർ എന്നാണ്. സ്റ്റേറ്റർ വൈൻഡിങ്സിനകത്ത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്സ് ആണുള്ളത്. ഈ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്സ് ഓപ്പോസിറ്റ് പോൾസിനകത്ത് നമുക്ക് ഒന്നുകിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ പാരലലായിട്ട് കണക്ട് ചെയ്യാം to result in 2-phase winding on stator. ഈ ഡബ്ലി സാലന്റ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ സിംഗ്ലി സാലന്റ് കൺസ്ട്രക്ഷനെക്കാട്ടിലും കൂടുതൽ വൈഡ് ആയിട്ടും കോമൺലി യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ദിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രൊഡ്യൂസസ് മോർ ടോർക്ക്. അതായത് സിംഗ്ലി സാലന്റ് കൺസ്ട്രക്ഷനെ വെച്ച് നോക്കുമ്പം ഡബ്ലി സാലന്റ് കൺസ്ട്രക്ഷൻ ആണ് കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ്. Now moving on to the working principle of switch to reluctance motor. As I have mentioned earlier, minimum reluctance path വരുന്ന രീതിയിൽ റോട്ടർ പൊസിഷൻ അലൈൻഡ് ആവാനാണ് ഇതിനകത്ത് ശ്രമിക്കുന്നത്. സോ മിനിമം റിലക്റ്റൻസ് പാത്ത് വരുന്നത് സ്റ്റേറ്റർ വൈൻഡിങ്ങിന്റെ ആക്സിസും റോട്ടറും ഒരേ ഡയറക്ഷനിൽ വരുമ്പം മിനിമം റിലക്റ്റൻസ് പാത്തും, സ്റ്റേറ്റർ വൈൻഡിങ്ങിന്റെ ആക്സിസും റോട്ടർ ആക്സിസും 90 ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രേച്ചർ വരുമ്പം മാക്സിമം റിലക്റ്റൻസും ആണ് വരുന്നത്.
അപ്പം നമ്മൾ ഈ റോട്ടറിൻ്റെ റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിനെ എനർജൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഈ വർക്കിംഗ് പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം സ്റ്റേറ്ററിനകത്ത് 3 ഫേസ് വൈൻഡിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എ ഫേസ് വൈൻഡിങ്, ബി ഫേസ് വൈൻഡിങ്, സി ഫേസ് വൈൻഡിങ്. നമ്മൾ മുന്നേ സ്റ്റെപ്പർ മോട്ടറിനകത്തൊക്കെ പഠിച്ച പോലെ തന്നെ. അപ്പം നമ്മൾ ഈ സ്റ്റേറ്റർ വൈൻഡിങ്ങിനകത്ത് എനർജൈസേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിങ്ങിനകത്ത് സപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ചാണ് സ്റ്റേറ്ററിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. സോ ആ എനർജൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റോട്ടറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ് എനെയാണ് എനർജൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ് ബിനെയാണ് എനർജൈസ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ് സിനെയാണ് എനർജൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റോട്ടറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. തിരിച്ച് നമുക്ക് റോട്ടറിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ റോട്ടറിൻ്റെ മൂവ്മെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിനകത്ത് കൊടുക്കുന്ന എനർജൈസേഷൻ നമുക്ക് ആ ഓർഡർ ഒന്ന് മാറ്റി കൊടുക്കണം. സോ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ എ ഫേസ് വൈൻഡിങ്ങിനെ എനർജൈസ് ചെയ്യുക, പിന്നെ സി ഫേസ് വൈൻഡിങ്ങിനെ എനർജൈസ് ചെയ്യുക, പിന്നെ ബി ഫേസ് വൈൻഡിങ്ങിനെ എനർജൈസ് ചെയ്യുക. സോ when the phase sequence is ACB, we will get anti-clockwise direction, and when the phase sequence is ABC, the rotation of the rotor will be in the clockwise direction. This figure explains the order of energization of the stator winding and the alignment of rotor with respect to the energization. So ഇവിടെ ആദ്യം നമ്മൾ കൊടുക്കുന്ന എനർജൈസേഷൻ ഫേസ് എയ്ക്കാണ്. എനർജൈസേഷൻ കൊടുക്കുന്ന അനുസരിച്ച്, അതായത് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന അനുസരിച്ച് ഫേസ് എയിൽ പോൾസ് ക്രിയേറ്റഡ് ആവും, നോർത്ത് പോള് സൗത്ത് പോള്. അതിനനുസരിച്ച് അതേ സെയിം ഡയറക്ഷനിൽ റോട്ടർ പോൾസ് അലൈൻഡ് ആവുന്നു. 1, 2 ആ റോട്ടർ പോൾസ് അലൈൻഡ് ആവുന്നതാണ് കാണിക്കുന്നത്. സിമിലർലി നമ്മൾ കൊടുക്കുന്നത് ഫേസ് ബിയിനാണ് എനർജൈസേഷൻ കൊടുക്കുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫേസ് ബിയിൽ എനർജൈസേഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മുന്നേ എയിലായിരുന്നു എനർജൈസേഷൻ കൊടുത്തത്. നമ്മൾ ആദ്യം എയിലായിരുന്നു സപ്ലൈ കൊടുത്തിരുന്നത്. ആ സപ്ലൈനെ നമ്മൾ മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ബിയിൽ എനർജൈസേഷൻ കൊടുക്കാമുള്ളൂ. അല്ലാതെ രണ്ടിലും നമ്മൾ എനർജൈസേഷൻ ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. സോ വെൻ ഫേസ് ബി വൈൻഡിങ് ഈസ് എനർജൈസ്ഡ്, അതിനനുസരിച്ച് നമ്മുടെ റോട്ടർ പോൾസ് ആ സെയിം ഡയറക്ഷനിൽ അലൈൻഡ് ആവും. ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റർ സി എനർജൈസ് ചെയ്യുമ്പോൾ, സ്റ്റേറ്റർ സിക്ക് അത് സപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ മാഗ്നറ്റിക് പോൾസ് ക്രിയേറ്റഡ് ആയി, അതിനനുസരിച്ച് റോട്ടർ പോൾസ് അലൈൻഡ് ആയി. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ സി ഫേസ് വൈൻഡിങ്ങിൽ മാത്രമേ നമ്മൾ സപ്ലൈ കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി അതർ 2 ഫേസസ് ഷുഡ് ബി ഡി എനർജൈസ്ഡ്. ഓൺലി 1 ഫേസ് വൈൻഡിങ് ഷുഡ് ബി എനർജൈസ്ഡ് അറ്റ് എ ടൈം. മറ്റ് ഫേസ് വൈൻഡിങ്സ് ആ സമയത്ത് ഡി എനർജൈസ്ഡ് ആയിരിക്കണം.